ബേപ്പൂരിലേക്ക് വരുമ്പോൾ ബേപ്പൂരിൽ ഉയർന്നു കേൾക്കുന്നത് UDF സ്ഥാനാർത്ഥിയായി എത്തുന്നത് PV അൻവർ തന്നെയാകും എന്ന് തന്നെയാണ്. അപ്പോൾ PV അൻവർ മീഡിയ വൺ പോഡ്കാസ്റ്റിൽ പങ്കെടുത്ത് നടത്തിയ ചില പ്രതികരണങ്ങൾ കൂടി നമുക്ക് നോക്കാം. സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ അദ്ദേഹം രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നു, ആഞ്ഞടിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് തനിക്കെതിരായ ED അന്വേഷണത്തിന് പിന്നിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് എന്നാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവായ PV അൻവർ പ്രതികരിച്ചത്. പോലീസിനെ കൊണ്ട് കഴിഞ്ഞില്ല എങ്കിൽ EDയെ കൊണ്ട് വേട്ടയാടാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ഇല്ലാതാക്കാനാണ് നീക്കമെന്നും PV അൻവർ ആരോപിച്ചു. അതുപോലെ തന്നെ പിണറായിയെയും കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടിയാണ് CPM BJPയുമായി സന്ധിയുണ്ടാക്കുന്നത് എന്നും മുഹമ്മദ് റിയാസ് അമിത അധികാരം പ്രകടിപ്പിക്കുന്ന മന്ത്രിയാണെന്നും വെള്ളാപ്പള്ളി വിഷയത്തിലും പോലീസിന്റെ അതിക്രമങ്ങളിലുമൊക്കെ റിയാസിന് നിലപാടില്ലെന്നും PV അൻവർ ആരോപിച്ചു. എന്നെ മത്സരിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ലീഗലായിട്ട് എന്നെ കുരുക്കാൻ വേണ്ടി ഇപ്പോഴും നോക്കുന്നുണ്ട്. പുറത്തുനിന്ന് രസമാണ്. അതെ, അകത്തൊന്നുമില്ല. അല്ലല്ല, പിണറായിന്റെ ഓഫീസൊന്നുമല്ല ശ്രമം. ED അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റേറ്റിലെ പോലീസിനെ ഉപയോഗിച്ച് നടക്കാത്ത കാര്യം EDയെ വെച്ച് നടത്താൻ പറ്റുമെന്ന് അവർ നോക്കുന്നുണ്ട്. എന്നെ മത്സരിപ്പിക്കാതെ ഞാനൊരു കാൻഡിഡേറ്റ് ആവാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ ഈ നിമിഷവും ഇതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ UDF എന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും എനിക്ക് മത്സരിക്കാൻ കഴിയുകയും ചെയ്താൽ നിഷാദെ, നിങ്ങൾ എഴുതി വെച്ചോ, 20,000-ൽ കുറയാത്ത വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് എനിക്ക് ജയിക്കാൻ കഴിയും. അതെന്റെ ഉറച്ച വിശ്വാസം. ഒരു ഭാഗത്ത് CBI ആണ് മുഖ്യമന്ത്രിക്കെതിരെ, മകനെതിരെ ED ആണ്, മകൾക്കെതിരെ SFI ആണ്. എത്ര ഏജൻസികൾ, എത്ര കേസുകളാ. അപ്പൊ ആ കുടുംബത്തിന് ഒരു കോട്ടവും വരാൻ പാടില്ല. കമ്മ്യൂണിസം പൊളിഞ്ഞാലും കേരളം തകർന്നാലും അതിന് രക്ഷപ്പെടണമെങ്കിൽ ഈ കേന്ദ്ര ഏജൻസികളുടെ സഹായം കിട്ടണം. അവരുപദ്രവിക്കരുത്. മുച്ചൂടും പോയിട്ട് ആ പാർട്ടിക്കും ആ സംവിധാനത്തിനും കീഴൊതുങ്ങി നിലപാട് മാറ്റിയവർ ഈ പിണറായിയും മുഹമ്മദ് റിയാസും ഉൾപ്പെടെയുള്ള കുടുംബം തന്നെയാണ്. പിന്നെ മരുമോനിസം എന്ന് പറയുന്ന ഇദ്ദേഹത്തിന് എന്ത് നിലപാടാണ്? ഇപ്പൊ വെള്ളാപ്പള്ളി പറഞ്ഞ വിഷയത്തിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും നിലപാടുണ്ടോ? ഇവിടെ പോലീസിൽ നടന്ന ഈ അതിക്രമത്തിനെ കുറിച്ച് അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിലൊരു വാക്ക് സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? പാർട്ടി പൊസിഷനിൽ എല്ലാവർക്കും സംസാരിക്കാൻ പറ്റില്ല. അല്ല, പറയാലോ. ചോദിക്കുന്ന പത്രക്കാരുടെ ചോദ്യത്തിന് എന്താ അദ്ദേഹം പറഞ്ഞു? ഞാനൊന്നും പറയാറില്ല, ഞാനതിന് പ്രതികരിക്കുന്നില്ല, അത് പാർട്ടി സെക്രട്ടറി പറയും, അല്ലെങ്കിൽ ഇന്ന ആള് പറയും എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയല്ലേ. ഇപ്പൊ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വലിയ രീതിയിൽ ഇവിടെ കത്തിച്ചതല്ലേ അദ്ദേഹം. DYFIയുടെ നേതാവും എത്ര പോസ്റ്റുകൾ, എത്ര പ്രസ്താവനകൾ. ഇപ്പോഴും അദ്ദേഹത്തിന്റെ പോസ്റ്റ് ഉണ്ടാവുമല്ലോ. NEP ഒരാളെയും അറിയാതെ ഡൽഹിയിൽ പോയി ഒപ്പിട്ട് വന്ന് അത് പാസ്സാക്കി. എന്താ മുഹമ്മദ് റിയാസിന്റെ നിലപാട്? എവിടെയാണ് നിലപാടെന്ന്? ഇപ്പൊ എങ്ങനെയാണ് സതീശന്റെ ഒരു ലീഡർഷിപ്പ് കേപ്പബിലിറ്റി? വളരെ ആത്മാർത്ഥമായ, പരിപൂർണമായിട്ടുള്ള. കാരണം ഞങ്ങൾ ഈ വിഷയങ്ങളൊക്കെ അതിനുശേഷം സംസാരിച്ചാണ് എന്താ സംഭവിച്ചത്. വളരെ സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ചാണ് എൻ്റെ അടുത്ത് എടുക്കുന്നത്. ഞാനും അതുപോലെ തന്നെ ത്രിതല തെരഞ്ഞെടുപ്പോട് കൂടി തന്നെ നിങ്ങൾക്കറിയാലോ, UDFന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പിന്റെ മുമ്പ് തന്നെ കണ്ണൂരിൽ വെച്ചിട്ടാണ് നിരുപാധിക പിന്തുണ UDF നമ്മൾ തീരുമാനം. നമുക്കിൽ സീറ്റുണ്ടോ, സ്ഥാനാർത്ഥിത്വം ഉണ്ടോ, അതൊന്നും നമ്മൾ ആലോചിച്ചിട്ടില്ല. പിണറായിയെ താഴെ ഇറക്കുക എന്നതിന് ഏറ്റവും വലിയ പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നിൽ നിൽക്കുക എന്ന് തന്നെയാണ് അന്ന് തീരുമാനിച്ചത്.